വളരെ കുറച്ച് വർഷമായിട്ടുള്ളൂ ഈ ടെക്നോളജിയൊക്കെ കേസിലേക്ക് ഹെൽപ്ഫുൾ ആകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ ആളുകൾ പോകുന്ന വഴി അതൊക്കെ കണ്ടെത്താൻ അത്ര എളുപ്പമായിരുന്നു? അത് ഭയങ്കര തമാശ. അതായത് ഈ ഡോസ് കോഡ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും. ശരിക്കും അത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിക്കും. പക്ഷേ അതൊരു സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ച കാര്യം, അല്ലെങ്കിൽ കോടതി അതൊരു എവിഡൻസ് ആയിട്ട് എടുത്തിട്ടുള്ള കാര്യമൊന്നുമല്ല. സെക്കൻഡറി എവിഡൻസ് പറയും. രണ്ടാമതൊരു ചാൻസ് എന്ന് മാത്രമേ പറയുള്ളൂ. അതിൻ്റെ ചോദ്യങ്ങൾ വരാം ഇവിടുന്ന് അതെങ്ങനെ എന്നുള്ളതൊരു ചോദ്യം വരാം. അപ്പം അന്നൊക്കെ പറഞ്ഞ ഫിംഗർ പ്രിൻ്റ് ആണ് ഒരു മെയിൻ എവിഡൻസ് എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് ഫിംഗർ പ്രിൻ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ DNA വന്നത്. DNA ഭയങ്കര ഒരു ചേഞ്ച് വന്നു. നമുക്ക് DNA പണ്ടും ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കൊക്കെ ഫ്രീക്വൻ്റായിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇത്. പിന്നെ പോളിയോ ടെസ്റ്റ് വന്നിട്ടുണ്ട്, ബ്രെയിൻ മാപ്പിംഗ് വന്നിട്ടുണ്ട്. ഈ പോളിയോ ടെസ്റ്റ്, ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറ്റ്സ് ഓൺലി എ ചാൻസ്. നമുക്ക് ഹൗ ക്യാൻ വി ലീഡ് ടു എ പോയിൻ്റ് എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പം പോളിയോ ടെസ്റ്റാണെങ്കിൽ തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും. ഇപ്പം ഇങ്ങോട്ട് കയറി വന്നിട്ട് പിന്നെ ഈ വഴിക്കാണ് വന്നത്, അല്ലെങ്കിൽ അവിടെ വന്നപ്പം എന്തെങ്കിലും കണ്ടോ, അല്ലെങ്കിൽ അവിടെ ചാരിങ്ങ അടിച്ചോ, എന്തെങ്കിലും സംഭവം ഉണ്ടായി. ഇപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം വേറെ ആണെങ്കിൽ ഒന്നും വരാൻ പോകുന്നില്ല. ഇവിടെ വന്നിരുന്നോ, എന്തെങ്കിലും കണ്ടോ, ഒന്നും കണ്ടില്ല എന്ന് പറയല്ല വേണ്ടത്. അങ്ങനത്തെ ചോദ്യങ്ങളല്ല വേണ്ടത്. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ വളരെ സ്പെസിഫിക് ആയിരിക്കണം. ഇവിടെ അല്ല വന്നത്, അല്ലെങ്കിൽ ഇപ്പുറത്തല്ല വന്നത്, ഈ വഴിക്ക് വന്നപ്പോഴത്തേക്ക് ഇന്നൊരു കാറ് പോകുന്നത് കണ്ടിരുന്നോ. ചിലപ്പോൾ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും അങ്ങോട്ട് കാറെന്ന സമയത്ത് പോയിട്ടുണ്ട്. മനസ്സിലായോ? ഈ സംഭവം ഉണ്ട്, ഒരു കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാറ് കണ്ടിട്ടുമുണ്ട്. പ്രീതന്നല്ലേ പേര്? അപർണ കാറ് കണ്ടിട്ടുമുണ്ട്. പക്ഷേ അപർണ മനഃപൂർവ്വമാണ് ഈ ഇൻസിഡൻറ്റ് കണ്ടില്ലെന്ന് പറയുന്നത്. ഏത് കൊന്നെന്നുള്ള, അല്ലെങ്കിൽ വെട്ടുന്ന കണ്ടില്ല എന്ന് പറയുന്നത് അപർണ മനഃപൂർവ്വമാണ്. പക്ഷേ അപർണയെ എനിക്ക് ഇതിൽ കണ്ടോ എന്ന് ചോദിച്ചാൽ അപർണ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അപർണ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപർണ ഇതിൽ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ അടിക്ക് ഒരു ചുവന്ന കാറ് പോകുന്നത് കണ്ടോ എന്ന് പറയും. പെട്ടെന്ന് പറഞ്ഞു കണ്ടില്ല എന്ന് പറഞ്ഞാൽ അന്നേരം നമുക്ക് മനസ്സിലാവും സംഗതി കള്ളമാണ്. അവിടെ അങ്ങനെ അതാണ് ക്വസ്റ്റ്യൻ. ഈ നമ്മൾ എഴുതി വെക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് പോളിയോ ടെസ്റ്റിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ. പോളിയോ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ ശരിക്കും പഠിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പോളിയോ ടെസ്റ്റ് ശരിക്കും ഇതെല്ലാത്തിനും ഉപരിയായിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ടാലൻ്റാണ് ഇതിൽ പ്രധാനപ്പെട്ട് വരുന്നുണ്ട്. മറ്റൊക്കെ സപ്പോർട്ടീവ് എവിഡൻസാണ്. ഇപ്പം ചുമ്മാ 10 പേരെ പിടിച്ച് DNA നടത്തരുത്. DNA നടത്തുന്നുണ്ടെങ്കിൽ DNA പക്കായിട്ട് നടത്താൻ പറ്റുന്ന ആളാരാണോ അവരെ DNA നടത്താം. അത് ഏത് സാധനത്തിൽ നടത്തേണ്ടത് നമ്മൾ തീരുമാനിക്കണം. അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ നമുക്ക് ആ നടത്തുന്ന ആളുടെ ഇതുപോലെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ ടെലിഫോൺ കോൾസ് കളക്ട് ചെയ്യുന്നു, ടെലിഫോൺ കോൾസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പം ആയിരക്കണക്കിന് ടെലിഫോൺ കോൾസ് 1 മിനിറ്റ് കൊണ്ട് ഇതിൽ പാസ് ചെയ്ത് പോകുന്നു ഇത്ര ടവറിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ആയിരക്കണക്കിന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലായിടത്തും എല്ലാം ചെക്ക് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. അതാണ് ഈ ടെക്നോളജി ഇതായിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ടാലൻ്റാണ് അവിടെ ഉയർന്നു നിൽക്കേണ്ടത്. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം.